ബി.ജെ.പിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനുകളിലൊന്നാണ് പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ രാജ്യത്തെ മുസ്ലിങ്ങളെ വേട്ടയാടുക എന്നത് തന്നെയാണ് അമിത്ഷാ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതിക്ക് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി സുപ്രധാനമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായി കേസുള്ള എല്ലാവരുടെയും കേസുകൾ പിൻവലിക്കുമെന്നാണ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 1500ഓളം കേസുകളാണ് തമിഴ്നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവർക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്നത്. ഈ കേസുകളെല്ലാം തങ്ങൾ പിൻവലിക്കുമെന്നാണ് എടപ്പാടി പളനിസ്വാമി ഇന്ന് വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി.ജെ.പി. വല്യേട്ടനായ NDAയിലെ സഖ്യകക്ഷിയാണ് എടപ്പാടി പളനിസ്വാമിയുടെ അണ്ണാ DMK എന്നുള്ളതാണ്. സ്വന്തം സഖ്യകക്ഷിയിലുള്ളവർ തന്നെ തങ്ങളുടെ മാസ്റ്റർ പ്ലാനിന് എതിരായിക്കൊണ്ട് തങ്ങൾക്ക് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളവും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു തിരിച്ചടിയാണ്. നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലും പൗരത്വ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തവരാണ് അണ്ണാ DMK. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ അണ്ണാ DMK തങ്ങളുടെ നിലപാട് മാറ്റുകയായിരുന്നു. മതം പറഞ്ഞുള്ള ഒരു രാഷ്ട്രീയവും ഇവിടെ തങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു അണ്ണാ DMK പറഞ്ഞത്. തുടർന്ന് ബി.ജെ.പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കാനും അണ്ണാ DMK ചർച്ചകൾ നടത്തിയിരുന്നു. അന്ന് അമിത്ഷായ്ക്കെതിരെ പരോക്ഷമായും പ്രത്യക്ഷമായുമൊക്കെ അണ്ണാ DMK വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ബീഹാറിൽ നിതീഷ് കുമാറുമായി സഖ്യം ചേർന്ന നിതീഷ് കുമാറിനെ മൂലക്കിരുത്തിയതുപോലെ ഞങ്ങളുടെ നാട്ടിൽ വന്ന ഞങ്ങളുമായി സഖ്യം ചേർന്ന ഞങ്ങളെ കയറി ഭരിക്കാൻ വരരുതെന്ന് അണ്ണാ DMK അമിത്ഷായ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവരുടെ കേസുകളെല്ലാം എടപ്പാടി പളനിസ്വാമി പിൻവലിച്ചിരിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെയും അണ്ണാ DMKയുടെയും ഈ പ്രസ്താവന അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വലിയ തിരിച്ചടി എന്ന് പറയാൻ തക്കതായ കാരണങ്ങളുമുണ്ട്. കാരണം തമിഴ്നാട്ടിൽ ബി.ജെ.പി. അത്ര വലിയ പാർട്ടിയൊന്നുമല്ല. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതവും നന്നേ കുറവാണ്. ഈ ഒരു അവസരത്തിലാണ് അണ്ണാ DMKയുമായി സഖ്യം ചേർന്ന് ബി.ജെ.പി. തമിഴ് മണ്ണിൽ കാലുറയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ബി.ജെ.പിക്കെതിരെയുള്ള വിമർശനവും ബി.ജെ.പിയുടെ മാസ്റ്റർ പ്ലാനിനെ തകർത്തുകൊണ്ടുള്ള അണ്ണാ DMKയുടെ പ്രവർത്തനങ്ങളുമെല്ലാം ബി.ജെ.പിയെ നല്ലപോലെ ഭയപ്പിക്കുന്നത് അണ്ണാ DMK തങ്ങളുമായി സഖ്യം ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ അണ്ണാ DMK ബി.ജെ.പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചാൽ സൗത്ത് ഇന്ത്യ എന്ന അമിത്ഷായുടെ വലിയ സ്വപ്നങ്ങൾക്ക് മേലുള്ള വലിയ തിരിച്ചടി തന്നെയായിരിക്കും അത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവരുടെ കേസുകളെല്ലാം പിൻവലിക്കുമെന്ന എടപ്പാടി പളനിസ്വാമിയുടെ ആ പ്രസ്താവന വളരെ സ്തുത്യർഹാർഹമാണ്. അതൊരു ചങ്കൂറ്റം തന്നെയാണ്. ആ ചങ്കൂറ്റം കാണിക്കാൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തയ്യാറാകണം. കാരണം 2 ദിവസം മുമ്പാണ് കാസർഗോഡ് വെച്ച പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ ഒരു തരത്തിലും പൗരത്വ ഭേദഗതി നിയമം അനുവദിക്കില്ല എന്നത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഹർത്താലിന് ആഹ്വാനം ചെയ്തവരെ അവർക്ക് സമൻസ് അയക്കുന്നതിന് പകരം ഇത്തരത്തിൽ അവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറായേ മതിയാവൂ. കാരണം പൗരത്വത്തിനെതിരെ സംസാരിക്കാൻ ഇനിയും മുഖ്യമന്ത്രിമാരുണ്ടെന്ന സന്ദേശം കൂടി നൽകാൻ പിണറായി വിജയൻ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.